നമസ്തേ. ഡബിൾ ബാരലിലെ മറ്റൊരു വീഡിയോവുമായിട്ടാണ് ഇന്ന് നിങ്ങളെ മുന്നിൽ വരുന്നത്. ഒരുപാട് ദിവസമായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും നിങ്ങളെ മുന്നിലേക്ക് വരികയാണ്. എല്ലാവർക്കും ഒരു വലിയ ഓണാശംസകൾ ആദ്യം പറഞ്ഞുകൊള്ളട്ടെ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ പുതിയ തലമുറയുടെ ഓണം എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ്. വളരെ തമാശ തോന്നുന്ന ഒരു തരത്തിലാണ് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ഓണാഘോഷം. അപ്പം ചിലപ്പോൾ എല്ലാവരും പറഞ്ഞേക്കാം, അത് നിങ്ങൾക്ക് നിങ്ങളെ ആ ഒരു വയസ്സിന്റെ വ്യത്യാസം കൊണ്ടൊക്കെ തോന്നുന്നതായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് പുതിയ തലമുറ, ദ ന്യൂ ജനറേഷൻ ഓണം ആണ് 2024 എന്ന് പറഞ്ഞേക്കാം. പഴഞ്ചന്മാർ പഴഞ്ചനായി മാറിപ്പോയി. അതിലേറ്റവും വിരോധാഭാസമായി തോന്നുന്നത്, നല്ലൊരു ദിവസമായിട്ട് വീട്ടിൽ അടുപ്പ് കത്തിക്കാതെ കണ്ട ഹോട്ടലിന്റെ തിണ്ണ നിരങ്ങുന്ന ഒരു മലയാളി സമൂഹത്തിനെ 2024 ആകുമ്പോഴേക്കും ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ സമൂഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ശരിക്കും അത് തന്നെയല്ലേ സംഭവിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ നമുക്ക് ഓണം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെല്ലാവരും എത്തിച്ചേർന്ന് നമ്മളെല്ലാവരും കൂടി ഒത്തുചേർന്ന് കൊണ്ടുള്ള ഒരു അതിമനോഹരമായ ഒരു സദ്യ ഉണ്ടാക്കി. ആ സദ്യയിൽ ഇങ്ങനെ 2-3 പായസമൊക്കെ കൂട്ടി അങ്ങനെ അതൊക്കെ കഴിച്ച് എല്ലാവരും കുടുംബക്കാരൊക്കെ ആയിട്ടുള്ള ഒരു 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 വലിയ ഒരു ഒരു ഉത്സവം തന്നെയായി ഓണം എന്ന് പറഞ്ഞു. അത് കേരളത്തിൽ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. ഇന്ന് പണ്ടില്ലായിരുന്നു. ഇന്ന് അത് എല്ലാവരുടെയും ഉത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ എല്ലാവരും ഇന്ന് ഓണം ആഘോഷിക്കുന്നു. അങ്ങനെ മറ്റൊരു മതസ്ഥരും ചെയ്യാത്ത ഒരു കാര്യമാണ് ഇന്ന് ഹിന്ദു സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? മറ്റുള്ള ഏതെങ്കിലും ഒരു മതസ്ഥന്റെ ഒരു ഉത്സവത്തിന് നമ്മൾ ആരെങ്കിലും ഇതുവരെ കണ്ടിട്ടുണ്ടോ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നത്? അല്ലെങ്കിൽ സൊമാറ്റോക്കാരനെയും സ്വിഗ്ഗിനെയും കാത്തു നിന്നുകൊണ്ട് ബിരിയാണി വാങ്ങി തിന്നതോ, അല്ലെങ്കിൽ വേറെ എന്ത് ഭക്ഷണമായാലും അത് വാങ്ങി കഴിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? കാണില്ല, ഒരിക്കലും ഉണ്ടാകില്ല. ഉണ്ടാകാം ചിലപ്പോൾ. മറ്റ് പ്രവാസിയായി എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ, നാട്ടിലേക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ അതിന് മറ്റൊരു ഓപ്ഷനായിട്ട് നമ്മൾ ഹോട്ടലുകളെയൊക്കെ ആശ്രയിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഓണം എന്ന് പറഞ്ഞാൽ കേരളത്തിലില്ല, എല്ലാവരും തന്നെ, കേരളത്തിലുള്ള ഒരു മഹാഭൂരിപക്ഷം ഇന്ന് സദ്യ ഉണ്ടാക്കാതെ ഓരോ ഹോട്ടലിന്റെ മുന്നിൽ പോയി ക്യൂ നിൽക്കുകയാണ്. ചെറിയ കുട്ടികളൊക്കെ ക്യൂ നിൽക്കുന്നു. ഈ ചെറിയ കുട്ടികളൊക്കെ ക്യൂ നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടം തോന്നിയത്, നാളെ ഈ വളർന്നു വരുന്ന കുട്ടികൾ ഇനിയുള്ള കാലങ്ങളിൽ ഈ ഓണത്തിനെ എങ്ങനെയായിരിക്കും അവർ സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ ചെറിയ കുട്ടികൾ ഇന്ന് തന്നെ വീട്ടിൽ ഇതൊന്നും ഉണ്ടാക്കാതെ, വീട്ടിൽ ഈ സദ്യ ഒന്നും ഒരുക്കാതെ, എല്ലാവരും കൂടി ഇരുന്നു കൊണ്ടുള്ള ഒരു സദ്യ കഴിക്കാതെ, അവരൊക്കെ ഇന്നലെ ഓരോ മതിലും ചാരി ചെറിയൊരു കുട്ടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സീനൊക്കെ നമ്മുടെ TV-യിലൂടെയൊക്കെ കാണാൻ സാധിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും എല്ലാ വലിയ വലിയ നഗരങ്ങളിലും അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് ഹിന്ദു സമൂഹത്തിന്റെ ഈ ഉത്സവത്തിനെ ഹോട്ടലിന്റെ തിണ്ണയിലേക്ക് എത്തിക്കുവാൻ ഒരു വലിയ ഒരു സമൂഹത്തിന് സാധിച്ചിരിക്കുന്നു. അവരതിൽ വിജയിച്ചിരിക്കുന്നു. ഓണം ഹിന്ദുവിന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 90s അവസാനങ്ങളിലൊക്കെയാണ് ഈ ഓണം എന്ന് പറഞ്ഞൊരു ഓണം ഉത്സവം എന്നൊക്കെ പറഞ്ഞ് ഇത് നാട്ടിലെല്ലാവരും കൊണ്ടാടാൻ തുടങ്ങി. പിന്നെ അതിങ്ങനെ വളർന്ന് ഓരോ സാംസ്കാരിക സംഘടനകളും ഏറ്റെടുത്ത്
അവിടെ ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങളിലായിട്ട് ഓണപ്പൂക്കള മത്സരം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിരുന്നു. ഇന്ന് അതിൽ നിന്നും വ്യതിചലിച്ച് വേറെയൊക്കെ ഒരു തരത്തിലേക്ക് പോകുന്നു. പണ്ടൊക്കെ ഇപ്പൊ ഞാനൊക്കെ ഒരു പ്രവാസി, ഞാൻ വേറൊരു നാട്ടിൽ ജീവിക്കുന്ന മലയാളിയാണ്. പക്ഷേ ഇന്നും ഞങ്ങള് ഈ വേറെ നാട്ടിൽ നിൽക്കുന്ന മലയാളികളെയൊക്കെ ഞാൻ കണ്ടിടത്തോളം ഇങ്ങനെയൊക്കെ മലയാളികളുടെ ഹോട്ടലുകളിൽ ഇതൊക്കെ ഇവിടെ സദ്യകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷവും വീട്ടിലുള്ളവരെല്ലാം സദ്യ ഉണ്ടാക്കി തന്നെ കഴിക്കും. പിന്നെ കുറച്ച് പ്രായമേറിയവരും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരും കുടുംബങ്ങളൊന്നും വീട്ടിലില്ലാത്തവരുമായ ആൾക്കാര് ഈ ഓണസദ്യകൾ വാങ്ങി കിറ്റൊക്കെ വാങ്ങി അങ്ങനെ വീട്ടിൽ വെച്ച് കൊണ്ടുപോയി കഴിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മറ്റു മതസ്ഥരില്ലവർക്കും ചിലവർക്കൊക്കെ ഈ എല്ലാ സദ്യ സാധനങ്ങളും ഉണ്ടാക്കാൻ അറിയാത്തതിന്റെ പേരിലും അങ്ങനെ കഴിക്കുന്നതും കാണാറുണ്ട്. പക്ഷേ കേരളത്തിൽ അതല്ലല്ലോ സ്ഥിതി. കേരളത്തിലെ ഹിന്ദു സമൂഹം ഓണം എന്നുള്ളതിനെ ഏതായാലും മഹാബലിയെ ബോറാക്കി കഴിഞ്ഞു. മഹാബലി എന്ന് പറയുന്ന ആ മഹാരാജാവ് വരുന്ന ആ രംഗം ഇന്ന് കാണാൻ പറ്റില്ല. ഒരു കൊട വയറൊക്കെയായി തടിയൊക്കെ ഇങ്ങനെ തൂങ്ങി ഇറച്ചിയൊക്കെ തൂങ്ങി ഒരു ഈ പ്രാവശ്യം വേറെ ഏതോ ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഇതിലോ എവിടെയോ കണ്ടു, വാട്സപ്പിലോ അങ്ങനെ എന്തോ ഒന്നില് കണ്ടു, ഒരു സ്ത്രീ ഇതെടുത്തു കൊടുക്കുക, മഹാബലിക്ക് കൊടയെടുത്ത് കൊടുത്തിട്ട് പറയുകയാണ് കേരളത്തിലേക്ക് മാത്രം പോയാൽ മതി, അവിടുന്ന് അപ്പുറത്തേക്കൊന്നും പോകരുത്, ഗോവയിലേക്കൊന്നും പോകണ്ട, നിങ്ങളോട് പറഞ്ഞ പണിയെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആ മഹാബലിയെ ആഭാസനാക്കി, മഹാബലിയെ ഒരു തടിയൻ, ഒരു വയറൊക്കെ ഇങ്ങനെ വീർത്ത് പുറത്തേക്ക് ചാടി, മുലയൊക്കെ പുറത്തേക്ക് ചാടി, അതിന്റെ മേലെ കൂടെ ഒരു വേഷ്ടിയൊക്കെ ഇട്ട് ഒരു വൃത്തികെട്ട രൂപത്തിലില്ല ഒരു രാജാവിന്, അസുര രാജാവിനെ ഇങ്ങനെ വളരെ വികൃതമാക്കി ഇന്ന് നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഏതൊരു മതസ്ഥരുടെ ഒരാഘോഷമാണോ അവർ തന്നെ അതിനെ അങ്ങനെ ചെയ്യുന്നു. അത് കാണുമ്പോൾ വല്ലാത്തൊരു വിരോധാഭാസം തോന്നും. വേറെ ഏതെങ്കിലും ഒരു മതത്തിൽ പെട്ടവരാരെങ്കിലും അവരുടെ ഈ ഐതിഹ്യങ്ങളെയൊക്കെ മാറ്റിമറച്ചുകൊണ്ട് അവരുടെ ഈ ദൈവതുല്യനായ ഇങ്ങനെയുള്ള രാജാക്കന്മാരെയൊക്കെ ഒരു വൃത്തികെട്ട രൂപത്തിലും ഒരു തമാശ രൂപത്തിലും ഒരു കോമാളി രൂപത്തിലുമാക്കിക്കൊണ്ട് അവരെ ആരെങ്കിലും അവതരിപ്പിക്കുന്നത് ഈ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലും ഇതുവരെ കണ്ടിട്ടുണ്ടോ? കാണാൻ സാധിക്കില്ല. കാരണം നമുക്ക് നമ്മളിതിനോടുള്ള ആ ഒരു വിലയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ അത് സംഭവിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിത് പറയുമ്പം ചിലപ്പോൾ പറഞ്ഞേക്കാം ഒരു വർഗീയവാദി ഇരുന്ന് സംസാരിക്കുകയാണെന്ന്. വർഗീയവാദി ആയതുകൊണ്ട്, ഞാനൊരു ഹിന്ദു ആയതുകൊണ്ടാണ്. ഹിന്ദുവിന് ഹിന്ദുവിന്റെ കാര്യങ്ങൾ പറയണമല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. വല്ലാത്തൊരു സങ്കടം തോന്നിയത് കൊണ്ട് പറയുകയാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് തിരുവോണ ദിവസം നമ്മുടെ ആൾക്കാര് ചന്ദനക്കുറിയും ജുബയും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ കണ്ട ഹോട്ടലിന്റെ മുമ്പില്, ഏതൊക്കെയോ ഹോട്ടലിന്റെ മുന്നിൽ പോയി നിരന്ന് നിൽക്കുന്ന രംഗം, അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ്. അല്ലെങ്കിൽ സൊമാറ്റോയിൽ ഓർഡർ ചെയ്ത് സൊമാറ്റോക്കാരനും സ്വിഗ്ഗിക്കാരനൊക്കെ വരുന്നതും കാത്തുകൊണ്ടിരിക്കുകയാണ്. അത്ര പോലും പൊങ്ങച്ചം പറഞ്ഞു നടക്കുന്ന ഒരു വിഭാഗം അടുക്കള മേൽക്കോയ്മക്കാരുണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു അധപ്പതനം, ഹിന്ദു സമൂഹത്തിന്റെ ഒരു അധപ്പതനം, കഷ്ടം. ആ കഷ്ടം കണ്ടപ്പോൾ അത് ഇന്ന് ഡബിൾ ബാരലിലൂടെ നിങ്ങളെ മുന്നിലേക്ക് അവതരിപ്പിക്കണം, നിങ്ങളോടൊക്കെ ഒന്ന് പറയണം, ഒരു 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇന്ന് ചെയ്തത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഒരു ആഭാസമായി തോന്നിയേക്കാം. കാരണം ഹിന്ദു ഒരു എന്താ പറയണ്ടേ, സർവമതങ്ങളെയും ഭയങ്കര ആചരിച്ചു പോകുന്ന മഹാമനസ്സിന്റെ ഉടമകളാണല്ലോ. ആ കപട മതേതരത്തിന്റെ മുഖങ്ങളാണല്ലോ. അതുകൊണ്ട് ഈ കപട മതേതരവാദികൾക്ക് ഇതിനെയൊക്കെ
ചിലപ്പോൾ ഒന്ന് പുച്ഛിക്കാൻ തോന്നിയേക്കാം. പുച്ഛഭാവത്തോടു കൂടി നിങ്ങൾ ചിലപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ കമന്റ് ഇട്ടേക്കാം. എന്നാലും ഞാൻ ജീവിക്കുന്ന, ഞാൻ ജനിച്ച് ഞാൻ വളരുന്ന എൻ്റെ ആ ഹിന്ദു സഹോദരങ്ങളോട് ഇതൊന്ന് പറയണം തോന്നിയത് കൊണ്ട് ഞാൻ ഇനിയും നമ്മുടെ തിരുവോണത്തിന് നിങ്ങൾ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ജന്മദിനമായ ആ തിരുവോണ നാളിനെ ഇനിയും നിങ്ങൾ നശിപ്പിക്കരുത്. ഇങ്ങനെയുള്ള കോമാളി വേഷങ്ങൾ കെട്ടി ഇങ്ങനെയുള്ള മഹാബലിമാരെയൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ കഥയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇനിയും അതിനെ പലതരത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിനെയൊക്കെ ഇല്ലാതാക്കരുത്. ആ ഒരു സംസ്കാരത്തിന് ഇല്ലാതാക്കാൻ വേണ്ടി ഈ സമൂഹത്തിൽപ്പെട്ടവർ ഇനിയെങ്കിലും ചിന്തിക്കണം. നിങ്ങളെ കുട്ടികളെയൊക്കെ ഇനിയെങ്കിലും ഒരു 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 അടുത്ത ഒരു ഓണത്തിനെങ്കിലും ഒരു സദ്യ ഉണ്ടാക്കി കഴിക്കാനും ഈ ഒരു ആഘോഷമൊക്കെ കൊണ്ടുപോകാനും അതിൻ്റെ കഥയും ഐതിഹ്യങ്ങളെ പറ്റി പഠിക്കുവാനുമുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്തേ.